വരട്ടെ, നമുക്ക് നോക്കാം. അതെ, സ്നേഹയാത്ര എന്ന ഓരോ വർഷവും ഓരോ പേരാണ് ഇടുക. അതെ അതെ, ഓരോ വർഷവും നമ്മൾ ഓരോ പേരാ ഇടുക. ഇപ്പോൾ ഞങ്ങൾക്ക് അത്തരത്തിലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളിൽ 10,000-കണക്കിന് സഹോദരന്മാർ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് വളരെ ഭംഗിയായിട്ട് ഈസ്റ്റർ ആശംസിച്ച് ഈസ്റ്റർ ആഘോഷിച്ച് പോവുകയാണ്. കേരളത്തിലെ 3.25 കോടി മലയാളിയെയും ക്ഷേമത്തിന്റെയും ഐശ്വര്യത്തിൻ്റെതുമായിട്ടുള്ള തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പാർട്ടിയുടെ അവസാന പ്രവർത്തകന്റെ വരെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ജില്ലകളിലേക്കുള്ള ആദ്യ യാത്രയുടെ പ്രധാന അജണ്ട. അതാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. പ്രവർത്തകർ ഏറ്റെടുത്തു. അതെ, വികസിത കേരളത്തിന് വേണ്ടി ആരാവശ്യപ്പെട്ടാലും അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സൃഷ്ടിക്കുന്നത് വികസിത കേരളം തന്നെ ആയിരിക്കണമെന്ന് BJPക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് യാത്രകളും പ്രകടനങ്ങളൊക്കെ നടത്തിയവർക്ക് ഒരു വികസിത കേരളം നൽകാൻ സാധിച്ചിട്ടില്ല. അധോഗതിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തെയാണ് 70 വർഷമായിട്ട് സൃഷ്ടിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് BJP കേരളത്തിലെ മുഴുവൻ ജനതയ്ക്കും വികസന സ്വപ്നങ്ങൾ നൽകുന്ന ഒരു പുതിയ മുദ്രാവാക്യം, ഭാവാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരും അതിനെ സ്വീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് BJPക്ക് ഈ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് നീക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് എടുത്തിരുന്നു. അത് രാജ്യത്താകമാനമുള്ള ഒരു സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് ആശാ വർക്കേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്താകമാനം ഒരേ മാനദണ്ഡം വച്ചിട്ടുള്ള സംവിധാനങ്ങൾ പ്രായോഗികമല്ല. അതുകൊണ്ട് അതിൻ്റെ ആ സാഹചര്യങ്ങളെല്ലാം വച്ചിട്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന ഘടകത്തിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അത് സ്വാഭാവികമായിട്ട് വരും. ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നത് അവിടെ കേന്ദ്രം എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടല്ല. പിണറായി വിജയൻ സർക്കാർ ആശാപ്രവർത്തകർക്ക് സർക്കാർ വരുന്ന സമയത്ത് കൊടുത്ത മാനിഫെസ്റ്റോയിലെ വാക്കുകൾ അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് ആശാപ്രവർത്തകർ തിരുവനന്തപുരത്ത് സമരം ചെയ്തത്. അത് അവരോട് നീതി കാണിക്കണം, അവരോട് ദയ കാണിക്കണം, അവരോട് സഹാനുഭൂതി കാണിക്കണം. എത്രയും പെട്ടെന്ന് ആശാപ്രവർത്തകർ അവിടെ നിന്ന് എണീപ്പിച്ചു വിടാനുള്ള മനുഷ്യത്വം പിണറായി വിജയൻ കാണിക്കണം എന്നാണ് 21-ാം തീയതി ഈ കേരളത്തിന്റെ ആഘോഷം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയൻ. അതിന് ആ ആഘോഷം നടത്തുന്നതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ആശാപ്രവർത്തകരെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് എണീപ്പിച്ചു വിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം ഈ ആഘോഷം നടത്തണമെന്നാണ് ശ്രീ പിണറായി വിജയനോട് BJPക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ്.